നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തുടരെ 3 പൊട്ടലുകൾ. ഇസ്രായേലിൻ്റെ വേൾഡ് കപ്പ് മോഹം അവിടെ തീരുന്നതാണ് നമ്മൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കണ്ട ഒരു കാഴ്ച. എന്ന് പറഞ്ഞാൽ ഇറ്റലിക്കെതിരെ സെപ്റ്റംബറിൽ 4-5 അവർ പൊട്ടിയിരുന്നല്ലോ. അതിനുശേഷം ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഹാലൻഡ് കയറി മേഞ്ഞു. നോർവേ 5-0 അവരെ തോൽപ്പിച്ചു. അപ്പോൾ ഇറ്റലി ഇന്നലെ കഴിഞ്ഞ കളിയിലെ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വളരെ അനായാസം 3-0 കൊട്ടിവിട്ടു. അതോടുകൂടി ഇത്തവണത്തെ വേൾഡ് കപ്പിനും ഇസ്രയേലില്ല. ഇസ്രയേലിനെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിലക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പല ഫുട്ബോൾ നേഷൻസും രംഗത്തേക്ക് വന്നിരുന്നു. എറിക് കൻറ്റോണയെപ്പോലുള്ള ഫുട്ബോൾ ലെജൻഡുമാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിരുന്നു. റഷ്യക്ക് ഇപ്പോഴും വിലക്കാണ്. യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു യുദ്ധത്തെ തുടർന്ന്. പക്ഷേ എന്തുകൊണ്ട് ഇസ്രയേലിനെ വിലക്കാൻ യുവേഫയും ഫിഫയും ഒന്നും തയ്യാറാവുന്നില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വേൾഡ് കപ്പിന് ഏതായാലും ഇസ്രയേലിന് കളിക്കാൻ പറ്റില്ല, യോഗ്യതയില്ല, ടിക്കറ്റില്ല. ടീമുകൾ അതിനുള്ള പണി കൊടുത്തിട്ടുണ്ട്. നോർവേ കളിക്കുമ്പോഴൊക്കെ വലിയ രൂപത്തിൽ ആരാധകർ അവർക്കെതിരെ പ്രതിഷേധമുയർത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഫുട്ബോൾ ടീമിൻ്റെ ഇതിനു മുമ്പുള്ള വേൾഡ് കപ്പിലെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്, അതുപോലെ മിഡിൽ ഈസ്റ്റിൽ, അതായത് ഏഷ്യയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഇസ്രായേൽ എങ്ങനെ യുഎഫ്എയിൽ കളിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നിലവിൽ വേൾഡ് റാങ്കിങ്ങിൽ ഇസ്രായേലിയൻ ഫുട്ബോൾ ടീമുള്ളത് 76-ാം സ്ഥാനത്താണ്. അപ്പോൾ അവർക്ക് യോഗ്യതയില്ല. ഇനിയിപ്പോൾ ഒരു കളി കൂടി വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബാക്കിയുണ്ട്, മോൾഡോവക്കെതിരെ. പക്ഷേ ആ കളി നവംബർ 17 അത് ജയിച്ചാലും തോറ്റാലും ഒന്നും ഇസ്രായേലിന് ഇനി ഇത്തവണ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല. ഇസ്രായേലിൻ്റെ ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിലെ മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ടീമുകളോട് അവർക്ക് തോൽവിയായിരുന്നു ഫലം. അവർ ഗ്രൂപ്പിൽ 7 കളികളിൽ നിന്ന് 3 വിജയവുമായിട്ട് 9 പോയിൻറ്റോടെ 3-ാം സ്ഥാനത്താണ്. ഈ ജയിച്ചു എന്ന് പറയുന്നത് മോൾഡോവ, എസ്റ്റോണിയ പോലെയുള്ള ടീമുകളോടാണ്. അതിനപ്പുറത്തേക്കൊന്നും അവർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നോർവേയോടും ഇറ്റലിയോടും ഒക്കെ പൊട്ടി ഒരു ഭാഗത്ത് ഒതുങ്ങി വേൾഡ് കപ്പിനില്ലാതെ പുറത്തായിരിക്കുകയാണ്. ഇനി ഒരു കളി ചടങ്ങിന് കളിച്ച് തീർക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോദ്യം ഇതാണ്, ഇതിനു മുമ്പ് ഇസ്രായേൽ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടുണ്ട്. 1970. അന്ന് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ യുവേഫയിൽ എന്നു മുതലാണ് ഇസ്രായേൽ കോമ്പീറ്റ് ചെയ്ത് തുടങ്ങുന്നത്? കാരണം ജിയോ പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള അവിടെയാണല്ലോ ലൊക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ടും കളിക്കുന്നത് യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒപ്പമാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു? അതിന് ഹിസ്റ്റോറിക്കലി ചില കാരണങ്ങളുണ്ട്. 1954 ഇസ്രായേൽ ആദ്യമായിട്ട് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനിൽ AFCയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. AFCയിൽ അവർ കളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പിന്നീട് അവരെ 1974 AFCയിൽ നിന്ന് എക്സ്പെൽ ചെയ്യുകയായിരുന്നു, പുറത്താക്കി. തുടർന്ന് അവരെ യുവേഫ അവരുടെ കൂടെ കൂട്ടി. യുവേഫ കോമ്പറ്റീഷനിൽ 1991 മുതൽ അവിടുത്തെ ക്ലബ്ബുകൾ കളിക്കുന്നുണ്ടായിരുന്നു. 1994 മുതൽ യുവേഫയുടെ ഒഫീഷ്യൽ മെമ്പർഷിപ്പ് അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടായെന്ന് ചോദിച്ചാൽ, നേരത്തെ 1970 അവർ വേൾഡ് കപ്പ് കളിച്ചിരുന്നല്ലോ. അത് അത്തരത്തിൽ പിന്നീട് ഒരിക്കലും വേൾഡ് കപ്പിലേക്കോ അതുപോലെ യൂറോ കപ്പിലേക്കോ ഒന്നും അവർക്ക് യോഗ്യത കിട്ടിയില്ല. പക്ഷേ അവരുടെ ക്ലബ്ബുകൾക്ക് വലിയ രൂപത്തിൽ ഇത് ഗുണകരമായി മാറിയിട്ടുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലും മറ്റുമടക്കം അവരുടെ ക്ലബ്ബുകൾ കോമ്പീറ്റ് ചെയ്യുകയും അതുകൊണ്ട് അവർക്ക് മോർ റവന്യൂ ആൻഡ് എക്സ്പോഷർ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റെക്കഗ്നിഷനൊക്കെ ലഭിക്കുകയുണ്ടായി അവരുടെ ക്ലബ്ബുകൾക്ക്. അതേസമയം ദേശീയ ടീമിന് ഈ ഒരു മാറ്റം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തവണയും അവർക്ക് യൂറോപ്യൻ മേഖലയിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ 12 വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ സ്പോട്ടുകളുണ്ട് ഡയറക്റ്റ്ലി. അതിലൊന്നുപോലും കിട്ടാതെ അവർ പുറത്താവുകയാണ്. സോ ഇസ്രായേലിൻ്റെ വേൾഡ് കപ്പ് മോഹം ഇവിടെ തീരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.